രാഷ്ട്രീയത്തിൽ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കും പുതിയ മാനം നൽകിക്കൊണ്ട് കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് മോഷണ ആരോപണം ഇപ്പോഴും സജീവ ചർച്ചാ വിഷയമാണ്. ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാന ശിലകളിലൊന്നായ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ വിഷയത്തിൽ കർണാടകയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുൽ ഗാന്ധിയോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടതോടെ കാര്യങ്ങൾ കൂടുതൽ നിർണായകമായിരിക്കുകയാണ്. വോട്ട് മോഷണം എന്ന പ്രയോഗത്തിലൂടെ രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളാണ്. ഒരു വോട്ടർ ഒന്നിലധികം തവണ വോട്ട് ചെയ്യുക, വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യുക തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ തിരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെയും വിശ്വാസ്യതയെയും ചോദ്യം ചെയ്യുമെന്നും ഇത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായ ഒരു മനുഷ്യൻ ഒരു വോട്ട് എന്ന ആശയത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അദ്ദേഹം വാദിച്ചു. ഈ ആരോപണങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ രാഹുൽ ഗാന്ധി ഒരു പ്രത്യേക സംഭവം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. കർണാടകയിലെ ഒരു വോട്ടറായ ശകുൻ റാണി എന്ന സ്ത്രീ 2 തവണ വോട്ട് ചെയ്തു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് ലഭിച്ച വിവരമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. പോളിംഗ് ഉദ്യോഗസ്ഥൻ നൽകിയ രേഖകളിൽ ശകുൻ റാണി 2 തവണ വോട്ട് രേഖപ്പെടുത്തിയതായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഈ പ്രസ്താവനയിലൂടെ തന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമല്ലെന്നും ഔദ്യോഗിക വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും തെളിയിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളോട് കർണാടക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി പ്രതികരിച്ചു. കമ്മീഷൻ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചതുപോലെ ശകുൻ റാണി 2 തവണ വോട്ട് ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തി. 1 തവണ മാത്രമേ താൻ വോട്ട് ചെയ്തിട്ടുള്ളൂവെന്ന് ശകുൻ റാണി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതിലുപരി രാഹുൽ ഗാന്ധി തന്റെ പ്രസന്റേഷനിൽ ഉപയോഗിച്ച രേഖ ഒരു പോളിംഗ് ഉദ്യോഗസ്ഥൻ നൽകിയതല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഈ കണ്ടെത്തലുകൾ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് വലിയ തിരിച്ചടിയായി. ഇതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിക്ക് ഒരു കത്തയച്ചു. തന്റെ ആരോപണങ്ങൾ തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കണമെന്നായിരുന്നു കത്തിലെ പ്രധാന ആവശ്യം. നിങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്താൻ നിങ്ങൾ ഈ നിഗമനത്തിലെത്താൻ ഉപയോഗിച്ച പ്രസക്തമായ രേഖകൾ ദയവായി നൽകുക എന്ന് കത്തിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ഈ വിഷയത്തിൽ ഒരു പുതിയ വഴിത്തിരിവായി. വെറും വാക്കാൽ ഉന്നയിച്ച ആരോപണങ്ങൾക്കപ്പുറം അവയ്ക്ക് നിയമപരമായ സാധുത നൽകുന്ന രേഖകൾ ഹാജരാക്കേണ്ടത് ആവശ്യമാണെന്നും കമ്മീഷൻ അടിവരയിട്ടു. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധി തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സുതാര്യത ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ആവർത്തിച്ചു. വോട്ട് മോഷണം എന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരായുള്ള ആക്രമണമാണെന്നും സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾക്ക് ശുദ്ധമായ വോട്ടർ പട്ടിക അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം എക്സിലൂടെ പ്രതികരിച്ചു. കൂടാതെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡിജിറ്റൽ വോട്ടർ പട്ടികകൾ പ്രസിദ്ധീകരിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് ജനങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ടർ പട്ടിക ഓഡിറ്റ് ചെയ്യാനും ക്രമക്കേടുകൾ കണ്ടെത്താനും സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ ഈ നീക്കം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടിനെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമായാണ് അദ്ദേഹം ഈ വിഷയത്തെ കാണുന്നത്. വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ ഒരു പ്രാദേശിക വിഷയമല്ലെന്നും അത് രാജ്യത്തിന്റെ മൊത്തം ജനാധിപത്യ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണെന്നും അദ്ദേഹം വാദിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ചുള്ള സാധാരണക്കാരുടെ സംശയങ്ങളെയും ആശങ്കകളെയും ഈ വിഷയത്തിലൂടെ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ നടപടി രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഒരു വശത്ത് ആരോപണങ്ങൾക്ക് തെളിവ് ആവശ്യപ്പെടാനുള്ള കമ്മീഷന്റെ നീക്കം ജനാധിപത്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് വാദിക്കുന്നവരുണ്ട്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളെ നിസ്സാരവൽക്കരിക്കാനുള്ള ഭരണകക്ഷിക്ക് അനുകൂലമായ ഒരു നീക്കമായി ഇതിനെ കാണുന്നവരുമുണ്ട്. രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിക്കുമോ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതൊക്കെയാണ് ഇനി ഉറ്റുനോക്കേണ്ട കാര്യങ്ങൾ. ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെക്കുറിച്ചും തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് പുതിയ വഴി തുറന്നു. ജനാധിപത്യത്തിന്റെ ശക്തി അതിന്റെ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലെ ഓരോ നീക്കവും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കും.